സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ സി പിയെ കണ്ട് നന്ദൻ എഴുതി വെച്ച കാര്യമൊക്കെ പറയുമ്പം സി പിക്ക് ആണെങ്കിൽ വല്ലാണ്ട് പേടിയാവുന്നുണ്ട്. സി പി വേഗം തന്നെ അരുന്ധതിയുടെ അടുത്ത് കാര്യങ്ങൾ പറയാനായിട്ട് ചെല്ലുമ്പം അരുന്ധതി ആണെങ്കിൽ ആകെ ടെൻഷനിൽ തന്നെ ഇരിക്കുകയാണ്. അന്നേരം എന്താ സി പി എന്ന് ചോദിക്കുമ്പം അത് മേഡം ഒരു പ്രശ്നമുണ്ട്, ചെറിയ പ്രശ്നമൊന്നുമല്ല, നന്ദൻ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഒരുപാട് പേരോട് വൈരാഗ്യം ഉണ്ടെന്നും ഒരുപാട് പേര് നന്ദനെ ചതിച്ചു എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ആരെയൊക്കെയോ കൊല്ലൂന്നും എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പേരായിട്ട് ദേവിക പറഞ്ഞത് മേഡത്തിൻ്റെ പേരാണ്. അതുകൊണ്ട് മേഡം ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട് അതെന്തിനാ നന്ദൻ എന്നെ കൊല്ലണേന്ന് ചോദിക്കുമ്പോൾ അതെന്താണെന്ന് അറിയില്ല മേഡം, നന്ദൻ ഇനി നിങ്ങളെ സംശയം ഉണ്ടോയെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഋഷി മരിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് നന്ദനെ ചതിക്കുമായിരുന്നല്ലോ, അത് മനസ്സിലായിട്ടാണോ അതോ ഇനിയിപ്പോൾ പ്രഭാവതിയുടെ അടുത്ത് മേഡം ചെന്ന് വഴക്കുണ്ടാക്കിയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സി പി ഇത് വലിയ പ്രശ്നമാവുമെന്ന്. ഇപ്പം എങ്ങനെയുണ്ട്, എന്തായാലും കാര്യങ്ങളെല്ലാം നമ്മളുടെ കൈ വിട്ട് പോയിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ദേവികയെ കണ്ട് സത്യങ്ങളെല്ലാം പറയണം, ഇല്ലെങ്കിൽ ഇത് നമ്മളുടെ കയ്യിൽ നിൽക്കൂലാണ്ടാവും. എൻ്റെ ഒരേ ഒരു മോനെ ഋഷി, അവനെ ജയിലിലേക്ക് വിടാൻ എനിക്ക് താല്പര്യമില്ലയെന്ന്. ആ സമയത്ത് ഋഷി അങ്ങോട്ട് വരുന്നുണ്ട്. ഋഷി വന്നതും അരുന്ധതി ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ മതിയായില്ലേടാ, കേട്ടില്ലേ സി പി പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഇല്ല സി പി അങ്കിൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അരുന്ധതി പറയുന്നുണ്ട് ഈ നന്ദൻ മനഃപൂർവ്വം എവിടെയോ മാറി നിൽക്കണതാ, എല്ലാവരോടും പ്രതികാരം ചെയ്യാനാന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് നന്ദൻ പോയെന്ന് സി പിയോട് ദേവിക പറഞ്ഞു. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നന്ദനെ എവിടെയാണെന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അങ്ങനെ അവനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ ഒരു നിമിഷം പോലും ജീവിക്കാൻ വിടരുത്, അപ്പം തന്നെ തീർത്ത് കളഞ്ഞേക്കണം. അന്നേരം അരുന്ധതി പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് മോനെ ഈ പറയണത്, ഓരോ പ്രശ്നത്തിൽ നിന്നും അടുത്ത പ്രശ്നത്തിലേക്കാണ് നീ പോണത്. എന്തായാലും സംഭവിച്ചതൊക്കെ സംഭവിച്ചു, എത്രയും പെട്ടെന്ന് ഇതെല്ലാം പറഞ്ഞു തീർക്കണം. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് ദേവികയോട് തുറന്നു പറയാൻ പോവാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയാണ്. ശാരികയാണെങ്കിൽ കെവിനെ കണ്ടിട്ട് വീട്ടിൽ തിരിച്ചെത്തിയതും രാധിക ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയതാ ശാരി എന്ന് ചോദിക്കുമ്പം എനിക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു അമ്മേ, നന്ദേട്ടനെ എങ്ങനെയും രക്ഷിക്കണ്ടേ, അതിനെന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോയതാന്ന് പറയുമ്പോൾ നീ എന്ത് മാർഗം കണ്ടുപിടിക്കാനാ, പോലീസ് അന്വേഷിച്ചിട്ട് പോലും നന്ദനെക്കുറിച്ച് ഒരു തുമ്പും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പം ശാരിക പറയുന്നുണ്ട് നന്ദേട്ടനെ ആരും തട്ടിക്കൊണ്ട് പോയതൊന്നും അല്ല അമ്മേ, നന്ദേട്ടൻ വീട്ടിലൊരു കുറിപ്പൊക്കെ എഴുതി വെച്ചിട്ടാണ് പോയേക്കണേ. എന്ത് കുറിപ്പാ, നന്ദൻ എവിടെയാണ് പോയെന്ന് ചോദിക്കുമ്പം അതൊന്നും അറിയില്ല, എന്തായാലും നന്ദേട്ടനെ കുറേ പേര് ചേർന്ന് ചതിച്ചു എന്നും അവരോട് പ്രതികാരം ചെയ്യുമെന്നും പിന്നെ അരുന്ധതി മേടത്തെ കൊന്നു കളയുമെന്നൊക്കെയാണ് നന്ദേട്ടനെ എഴുതി വെച്ചേക്കണേന്ന്. ആ സമയത്ത് രാധിക പറയുന്നുണ്ട് ഭഗവാനെ ഇനി എന്തൊക്കെയാണ് നടക്കുന്നത്, നന്ദനാണെങ്കിൽ ഇപ്പോൾ ഒരു കൊലപാതകം ചെയ്തിട്ടുള്ളൂ, ഇനി ഒരുപാട് കൊലപാതകം ചെയ്യാനുള്ള തീരുമാനത്തിലാണോ, നന്ദൻ എന്താ ഇങ്ങനെയായിപ്പോയ, അവനൊരു പാവമായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല അമ്മേ, നന്ദേട്ടൻ എന്തിനാ അരുന്ധതി മേടത്തെ കൊല്ലണേ, അല്ലെങ്കിൽ തന്നെ അവരുടെ മകനെ കൊന്നതിൻ്റെ പ്രശ്നത്തിൽ നിൽക്കാമല്ലേ എന്ന് പറയുമ്പം രാധിക പറയുന്നുണ്ട് ഇനിയിപ്പോൾ പ്രഭാവതിയുടെ അടുത്ത് വന്ന് അരുന്ധതി വഴക്കുണ്ടാക്കിയല്ലോ, അതുകൊണ്ടായിരിക്കാം നന്ദൻ അവരോട് ശത്രുത, ഇനി അരുന്ധതിനെ കൊന്നു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം ജയിലിൽ തീരുമല്ലോ എന്ന്. ആ സമയത്ത് മാധവൻ അങ്ങോട്ട് വരുന്നുണ്ട്. മാധവൻ ഇതൊക്കെ കേട്ടിട്ട് പറയുന്നുണ്ട് എന്നാലും നന്ദമോൻ എന്തായിരിക്കും പറ്റിയ പഞ്ചപാവായിരുന്നല്ലോ അവൻ എന്ന് ചോദിക്കുമ്പോൾ ശാരിക പറയുന്നുണ്ട് ഓരോ സാഹചര്യങ്ങളല്ലേ അച്ഛാ മനുഷ്യന്മാരെ മാറ്റിയെടുക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയും സിദ്ധാർത്ഥനെയാണ്. പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് സിദ്ധു എത്ര ദിവസമായി നന്ദനെക്കുറിച്ച് ഒരു വിവരമില്ലല്ലോ, നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ, അന്വേഷണം ഒന്ന് ഉഷാറാക്കുക, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും അന്വേഷണം ഏൽപ്പിക്കുന്നത്. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് നിലവിലിപ്പോൾ DYSP അന്വേഷണം നടത്തുന്നുണ്ടല്ലോ, അതുമാത്രമല്ല ഹരിയേട്ടനും അന്വേഷിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നന്ദനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടുമെന്ന് പറയുമ്പം ഈ പ്രഭാവതി ചോദിക്കുന്നുണ്ട് സിദ്ധുവിന് നന്ദനെ കണ്ടുപിടിക്കണമെന്ന് ഒരു താല്പര്യം ഇല്ലാത്ത പോലെയാണല്ലോ സിദ്ധുവിൻ്റെ സംസാരം എന്ന് പറയുമ്പം താൻ അങ്ങനെ വിചാരിക്കണമെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോ, തൻ്റെ ധാരണയൊന്നും തിരുത്താൻ എനിക്ക് പറ്റില്ല, എന്തായാലും അന്വേഷണം അതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കുന്നുണ്ട്, അധികം വൈകാതെ തന്നെ നന്ദനെ കണ്ടുപിടിക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെ കാണാനായിട്ട് എസ്തപ്പാൻ വരാണ്. എസ്തപ്പാനെ കണ്ടതും ദേവിക എസ്തപ്പാൻ ചേട്ടാ എന്തായി നന്ദനെക്കുറിച്ചുള്ള അന്വേഷണം എന്ന് ചോദിച്ച് എസ്തപ്പാൻ്റെ അടുത്ത് ചെല്ലുമ്പം എസ്തപ്പാൻ പറയുന്നുണ്ട് അത് മോളെ നന്ദനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഇതുവരെയും പ്രത്യേകിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല, എന്തായാലും മോള് ടെൻഷൻ ആവുമൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് നന്ദനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ ശേഖരിക്കുമെന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് എന്തായാലും എസ്തപ്പാൻ ചേട്ടൻ നന്ദനെ അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഇസബെല്ലേനെയും കെവിനെയും ഒന്ന് ശ്രദ്ധിച്ചേക്കണം, അവരുടെ നീക്കങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം, അതിന് ആരെങ്കിലും ഒന്ന് ഏർപ്പാട് ചെയ്യണമെന്ന് പറയുമ്പം ഈ എസ്തപ്പാൻ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ദേവിക തന്നെ കെവിൻ്റെയും ഇസബെല്ലയുടെയും ഡീറ്റെയിലും ഫോൺ നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞതും എസ്തപ്പാൻ പറയുന്നുണ്ട് ഞാനിത് ഇപ്പം തന്നെ എൻ്റെ പിള്ളേരെ ഏൽപ്പിച്ചേക്കാം, അവരവരുടെ പിന്നാലെ തന്നെ ഉണ്ടാവും, അവരെ ഒന്ന് അനങ്ങിയാൽ തന്നെ നമുക്ക് വിവരം അറിയാൻ പറ്റുമെന്ന്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രത്തേക്ക് ഹരിസാറ് വരാണ്. ഹരിസാറിനെ കണ്ടതും പ്രഭാവതിയാണെങ്കിൽ ഓടി വന്നിട്ട് എന്തായി ഹരിയേട്ടാ നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രഭ ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കുക, ഞാൻ പ്രഭയ്ക്ക് ഉറപ്പ് തന്നതല്ലേ നന്ദനെ ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന്, എന്തായാലും
കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തും. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അതിന് ഇതുവരെ നമ്മൾ നന്ദനെ കണ്ടെത്തിയില്ലല്ലോ എന്ന്. ആ സമയത്ത് ഹരിയേട്ടൻ പറയുന്നുണ്ട് എന്തായാലും പ്രഭ ടെൻഷൻ ആവാതിരിക്കുക, ഇതിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ട്. അതെനിക്ക് ആദ്യം മുതൽ തോന്നിയതാ. പ്രഭയും എന്നിൽ നിന്ന് എന്തൊക്കെയോ രഹസ്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഇല്ല ഹരിയേട്ട, ഞാനൊന്നും മറച്ചു വയ്ക്കണില്ല എന്ന് പറയുമ്പം ഹരിയേട്ടൻ പറയുന്നുണ്ട് അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല പ്രഭ. നന്ദൻ്റെ അത്രയും തന്നെയുള്ള ഒരാളെ സ്വയം പൊക്കിക്കൊണ്ടുപോയി കുഴി വെട്ടി കുഴിച്ചിട്ടു എന്നൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ പാകത്തിന് പൊട്ടനൊന്നുമല്ല ഞാനെന്ന് പറയുമ്പോൾ പ്രഭാവതി ഇങ്ങനെ നിന്ന് പരുങ്ങുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് പ്രഭ, താൻ എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ തുറന്ന് പറ, ഇല്ലെങ്കിൽ പിന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോകും കേട്ടോ എന്ന് അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് അത് ഹരിയേട്ടനോട് ഞാൻ പറയാതിരുന്നത് നന്ദൻ്റെ നിർബന്ധം കൊണ്ടാണ്. അന്ന് നന്ദനെ സഹായിക്കാനായിട്ട് ആ കെവിൻ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഹരിയേട്ടൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്താ പ്രഭ ഇത് മറച്ചു വെച്ചതെന്ന് ചോദിക്കുമ്പം കെവിന് ഞങ്ങൾ വാക്ക് കൊടുത്തായിരുന്നേ, അതുകൊണ്ടാണ് ഞങ്ങൾ പറയാതിരുന്നത്. എന്തായാലും അന്ന് നന്ദൻ തല്ലി കഴിഞ്ഞതും ഋഷി മരിച്ചു എന്ന് നന്ദനെ വിളിച്ചു പറഞ്ഞത് കെവിന, അല്ലാതെ നന്ദൻ കണ്ടിട്ടില്ല ഋഷി മരിച്ചത്. അതുപോലെ തന്നെ ഋഷിയെ കുഴിച്ചിട്ടതും നന്ദനല്ല, അത് കെവിനും കെവിൻ്റെ ആൾക്കാരും ചേർന്നാണ് ചെയ്തതെന്ന്. ആ സമയത്ത് ഹരിയേട്ടൻ ചോദിക്കുന്നുണ്ട് അത് നന്നായി, ഇപ്പോഴെങ്കിലും ഈ സത്യങ്ങളൊക്കെ പ്രഭയ്ക്ക് പറയാൻ തോന്നിയല്ലോ. അപ്പം നന്ദന് ഉറപ്പൊന്നുമില്ല ഋഷി നന്ദൻ്റെ കൈ കൊണ്ടാണ് മരിച്ചതെന്ന്. ആ സമയം പ്രഭാവതി പറയുന്നുണ്ട് അല്ല ഹരിയേട്ടാ, നന്ദൻ തല്ലിയപ്പോഴാണ് ഋഷി മരിച്ചതെന്ന് പറയുമ്പോൾ അതെല്ലാം നന്ദൻ കണ്ടില്ലല്ലോ ഋഷി മരിച്ചതും ഋഷിനെ കുഴിച്ചിട്ടതൊന്നും, പിന്നെ എങ്ങനെ ഇത് ഉറപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതിക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതിയോട് ഹരിയേട്ടൻ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇസബെല്ല വന്ന് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം അത് ആ DYSP നന്ദനെ ഈ കേസും പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചായിരുന്നു. അങ്ങനെ നന്ദനെ അറസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് കെവിൻ ഇസബെല്ലയെ വിളിച്ചു പറഞ്ഞിട്ട് ഇസബെല്ല DYSPയോട് സംസാരിച്ച ആ കേസ് ഒതുക്കി വിട്ടേന്ന്. ആ സമയത്ത് ഈ ഹരിയേട്ടനാണെങ്കിൽ ആകെ സംശയമാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് DYSP കുരുവിളയല്ലേ അന്ന് ആ കേസ് അന്വേഷിച്ചത്, അപ്പോൾ അയാൾ തന്നെയല്ലേ ഇപ്പോൾ നന്ദൻ്റെ മിസ്സിംഗ് കേസും അന്വേഷിച്ചുകൊണ്ടിരിക്കണം, അയാൾ എന്തിനായിരിക്കും അന്ന് ആ കേസ് തേച്ച് മാച്ച് കളഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് ഇസബെല്ലയുടെ പാപ്പന കുരുവിള, അതുകൊണ്ട് ഇസബെല്ല പറഞ്ഞത് കാരണം അയാൾ അങ്ങനെ ചെയ്തേന്ന്. ആ സമയത്ത് ഹരിയങ്ങൾ പറയുന്നുണ്ട് ഇതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടല്ലോ പ്രഭാവതി, ഇതൊന്നും നമുക്കങ്ങ് വിശ്വസിക്കാൻ പറ്റണില്ല. എന്തായാലും അയാളൊരു പോലീസ് ഓഫീസറല്ലേ, ഇങ്ങനൊരു കാര്യം നടന്നിട്ട് അയാളത് തേച്ച് മാച്ച് കളയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ തക്കതായ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബെല്ലേനെയും കെവിനെയാണ്. കെവിനാണെങ്കിൽ ആകെ ടെൻഷനോടുകൂടി ഇസബെല്ലയോട് പറയുന്നുണ്ട് ബെല്ല നമ്മളിനി സൂക്ഷിക്കണം, നന്ദു എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട്, അവൻ നമ്മളോടൊക്കെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടും കണ്ട വീട്ടിൽ നിന്ന് പോയേക്കണം. ഇപ്പം തന്നെ നന്ദൻ വീട്ടിൽ എന്തോ എഴുതി വെച്ചിട്ട് പോയി എന്ന് പറയണ കേട്ടു. അരുന്ധതി മേഡത്തെ കൊന്നു കളയാമെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്തായാലും മേഡം ആകെ പേടിയിലാണ്. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട് എന്നാലും നന്ദന് എവിടെ നിന്നാണ് ഇത്ര ധൈര്യം കിട്ടിയത്, അവനാകെ പേടിച്ചിരിക്കുന്നവനായിരുന്നല്ലോ, ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കെവിൻ പറയുന്നുണ്ട് അന്ന് സാറ് പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇതിൻ്റെ പിന്നിൽ മൂന്നാമതൊരാളുണ്ടാവും, അല്ലാതെ നന്ദൻ ഒറ്റയ്ക്ക് ഇതുപോലെ ഒന്നും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല എന്ന്. ആ സമയത്ത് ഇസബെല്ലയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നന്ദനെ എവിടെയാണ് മറിഞ്ഞിരിക്കണേന്ന് കണ്ടുപിടിക്കണം, അതിന് അവൻ്റെ ഫോൺ കയ്യിലുണ്ടോ, ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണേന്ന് കെവിൻ ചോദിക്കുമ്പോൾ ഫോൺ അവൻ കൊണ്ടുപോയിട്ടുണ്ടാവില്ല, എന്തായാലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ കുറച്ച് ദിവസങ്ങളായിട്ട്, നീ എത്രയും പെട്ടെന്ന് അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ അത് നമ്മളുടെ ജീവന് തന്നെ ആപത്താവും. ഇപ്പം അവൻ ഉറച്ച് വിശ്വസിച്ചിരിക്കുന്നത് ഋഷിയെ അവൻ കൊന്നെന്നല്ലേ, അപ്പം ഒരു കൊലപാതകത്തിൻ്റെ കൂടെ വേറൊരു കൊലപാതകം ചെയ്താലും ഒരേ ശിക്ഷ കിട്ടുള്ളൂ എന്ന് അവനക്കറിയാം. അതുകൊണ്ട് ഇനി അവൻ കൂടുതൽ കൊല ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അരുന്ധതി മേഡം മാത്രമല്ല നമ്മളും പേടിച്ചിരിക്കണമെന്ന്. പിന്നീട് കാണിക്കുന്നത് രജനീനെയാണ്. രജനിയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ പ്രഭാവതിയോട് പറയുന്നുണ്ട് ആ ദേവികയ്ക്ക് നന്ദൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല, അവൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ നന്ദനെ കണ്ടുപിടിച്ചതിനെ, ഒന്നുമില്ലെങ്കിലും അവളൊരു MLA അല്ലേ, അതിൻ്റെ ഒരു അധികാരവും പവറൊക്കെ അവൾക്കില്ലേ, അത് വെച്ച് അവൾക്ക് നന്ദനെ കണ്ടുപിടിക്കാമല്ലോ എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല മോളെ, സിദ്ധുവിനുമില്ല ദേവികയ്ക്കുമില്ല ഗിരീഷിനുമില്ല ഈ നന്ദൻ പോയതിലൊരു വിഷമവും സങ്കടവും, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയുമ്പോൾ ഈ രജനി പറയുന്നുണ്ട് ഇനിയിപ്പോൾ നന്ദൻ ഇവിടുന്ന് പോയതിൽ ഇവരൊക്കെ സന്തോഷിക്കുന്നുണ്ടാവും, എന്തായാലും ഇവർ സ്റ്റേഷനിൽ ഹാജരാക്കി നന്ദനെ ജയിലിലേക്ക് വിടാനല്ലേ ഇരുന്നത്, നന്ദൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയത് നന്നായി എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് അത് അങ്ങനെയല്ല മോളെ, നന്ദൻ അങ്ങനെ രക്ഷപ്പെട്ടു പോയി ഇതാണെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞേനെ, ഇത് എന്നോടൊരു വാക്ക് പോലും പറയാതെ അവൻ എങ്ങും പോവില്ല. ആ സമയത്ത് രജനി പറയുന്നുണ്ട് ഇനിയിപ്പം അവനെ അന്വേഷിച്ച് ആരെങ്കിലും എന്തെങ്കിലും അത് കരുതിയായിരിക്കും അമ്മയോട് പറയാതെ ഇരിക്കണേന്ന് പറയുമ്പം ഈ പ്രഭാവതി പറയുന്നുണ്ട് എന്തായാലും നന്ദനൊരാപത്തും വരാതെ എവിടെയെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു, എത്രയും പെട്ടെന്ന് എനിക്കെൻ്റെ മോനെ കാണണം, ഇല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുമ്പോൾ രജനി പറയുന്നുണ്ട് അമ്മ എന്തായാലും സമാധാനപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് അങ്ങോട്ട് ഗിരീഷ് വരുന്നുണ്ട്. ഗിരീഷ് വന്നിട്ട് രജനിയോട് വാ രജനി എന്നാൽ നമുക്ക് തിരിച്ചു പോകാമെന്ന്
പറയുമ്പം എന്താ ഗിരിക്ക് ഇത്ര ധൃതി, ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വന്നോളൂ, അല്ലെങ്കിൽ ഞാൻ 2 ദിവസം ഇവിടെ നിൽക്കട്ടെ അമ്മയുടെ ഒപ്പം എന്ന് പറയുമ്പോൾ ഗിരി പറയുന്നുണ്ട് അത് ശരിയാവില്ല, നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഇവിടെ നല്ല പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നം നീ ഒന്നും കൂടി രൂക്ഷമാക്കുള്ളൂ, അല്ലാതെ നിന്നെ കൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനം ആർക്കും കിട്ടാൻ പോണില്ല. അതുമാത്രമല്ല ദേവികയെ കാണുമ്പോൾ നിനക്ക് ഭയങ്കര ദേഷ്യം വരും, ദേവികയോട് നീ മോശമായി തന്നെ പെരുമാറുള്ളൂ, അത് ദേവികയ്ക്ക് വലിയ വിഷമം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദേവികയുടെ വിഷമം മാത്രമേ ഉള്ളൂ അല്ലേ, ഇവിടെ ഞാനും അമ്മയൊന്നും വിഷമിക്കുന്നത് ഗിരിയുടെ കണ്ണിൽ പെടണില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അതും പറഞ്ഞ് ദേവികയെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുമല്ലേ. ശരിക്കും ഇതിൽ തെറ്റുകാരി ആരാ, ദേവികയാണോ പ്രഭാവതിമയുടെ അല്ലേ നന്ദൻ ചെയ്ത കാര്യം മറച്ചു വെച്ച് ഇത്രയും രൂക്ഷമാക്കിയെന്ന്? അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് ഗിരീഷ് എന്നെയും കുറ്റപ്പെടുത്തുവാണോ എന്ന് ചോദിക്കുമ്പം പിന്നെ ഇത് കുറ്റപ്പെടുത്തലാണോ മേഡം, ഞാൻ കാര്യമല്ലേ പറഞ്ഞത്, ദേവിക ഇതിനകത്ത് ശരിക്കും നിരപരാധിയല്ലേ, എന്നിട്ട് നിങ്ങളെല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തണതും ഒറ്റപ്പെടുത്തണതും ദേവികേനെ അല്ലേ എന്ന്. അത് കേട്ടതും പ്രഭാവതിയും രജനി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.